അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന ഒരു മുഖ്യമായ വിഷയം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിതത്തിൽ പകർത്തേണ്ട, മനഃപ്പാഠമാക്കി ചൊല്ലേണ്ട, നിസ്കാരങ്ങൾക്ക് പിറകിൽ വരെ പതിവാക്കേണ്ട അത്ഭുത 2 ആയത്തുകളെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. ഒരു മനുഷ്യൻ ഈമാനോടുകൂടെ മരിച്ചാൽ തന്നെ അദ്ദേഹം ചെയ്ത പാവങ്ങൾക്ക് ശിക്ഷ അനുഭവിച്ചിട്ടേ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ ഈ പറയാൻ പോകുന്ന 2 ആയത്തുകൾ ജീവിതത്തിൽ പകർത്തിയാൽ, പതിവാക്കി വന്നാൽ അദ്ദേഹത്തിന് ഒരു അദാബുമില്ലാതെ, മരിക്കലോടു കൂടെ ഒരു അദാബും എന്തെന്നു പോലും അറിയാതെ തന്നെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം അദ്ദേഹത്തിന് ലഭിക്കും. അത്രയും ആദരവോടുകൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് കടത്തിവിടും. ഒരു അദാബും കൊടുക്കുകയില്ല, ഒരു ശിക്ഷയിൽ അദ്ദേഹത്തെ പെടുത്തുകയില്ല. ഈ 2 ആയത്ത് മനഃപ്പാഠമാക്കി നിസ്കാരങ്ങൾക്ക് പിറകിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും അത് പതിവാക്കി കൊണ്ടുവരാൻ ശ്രമിക്കണം. അതായത് സൂറത്ത് ആലി ഇമ്രാനിലെ 18-19 2 ആയത്തുകൾ ഞാനത് ഓതി കേൾപ്പിക്കാം സ്പീഡായി. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം വമഖ്തലഫ അല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗയൻ ബൈനഹും വമൻ യക്ഫുർ ബിആയാതില്ലാഹി ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. ഈ 2 ആയത്തുകളും ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും പതിവാക്കുക, മനഃപ്പാഠമാക്കി വെക്കുക, നിസ്കാരങ്ങൾക്ക് ശേഷം പകർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗപ്രവേശനം ഒരു അദാബും ഒരു ഇഹ്സാബോ ഒന്നുമില്ലാതെ സ്വർഗപ്രവേശനം ലഭിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.